ഹായ് എവരി വൺ, എ ടു സെഡ് ചിക്കൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ LP വിഭാഗത്തിൽ ശാസ്ത്രമേളയിൽ ചാർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജഡ്ജ്മെൻ്റ് വേളയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യോത്തരങ്ങളാണ് നോക്കാൻ പോകുന്നത്. ചോദ്യങ്ങൾ പല ഭാഗത്തു നിന്ന് എടുത്തതുകൊണ്ട് ക്വസ്റ്റ്യൻ നമ്പർ ഡിസോർഡറാണ്. ആദ്യമേ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങളിലേക്ക് എത്താൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് ആവാസ വ്യവസ്ഥ? ആവാസ വ്യവസ്ഥ എന്നത് ജീവജാലകങ്ങളുടെ സമൂഹമാണ്. അവയുടെ പരിസ്ഥിതിയിലെ ജീവനില്ലാത്ത ഘടകങ്ങളുമായി സംയോജിച്ച് ഒരു സിസ്റ്റമായി സംവദിക്കുന്നു. വിവിധ തരം ആവാസ വ്യവസ്ഥകൾ ഏതൊക്കെയാണ്? ഭൗമ ആവാസ വ്യവസ്ഥയും ജല ആവാസ വ്യവസ്ഥയും. ഇതിൽ ഭൗമ ആവാസ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നവയാണ് വന ആവാസ വ്യവസ്ഥ, പുൽമേട് ആവാസ വ്യവസ്ഥ, മരുഭൂമി ആവാസ വ്യവസ്ഥ, തുണ്ട്ര ആവാസ വ്യവസ്ഥ മുതലായവ. അടുത്തത് ജല ആവാസ വ്യവസ്ഥയിൽ ഉൾപ്പെടുന്നവയാണ് ശുദ്ധജല ആവാസ വ്യവസ്ഥ, സമുദ്ര ആവാസ വ്യവസ്ഥ തുടങ്ങിയവ. ഒരു ആവാസ വ്യവസ്ഥയുടെ പ്രവർത്തന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് പ്രധാനമായും 4 ഘടകങ്ങളാണുള്ളത്. 1. ഉൽപാദനക്ഷമത, 2. വിഘടനം, 3. ഊർജപ്രവാഹം, 4. പോഷക സൈക്ലിംഗ്. ഏത് ആവാസ വ്യവസ്ഥയിലാണ് നാം ജീവിക്കുന്നത്? നാം ഒരു ഭൗമ ആവാസ വ്യവസ്ഥയിലാണ് ജീവിക്കുന്നത്. പ്രകൃതിയിൽ ജീവികൾ ഇടപഴകുന്ന ആവാസ വ്യവസ്ഥയാണിത്. തുണ്ട്ര, ടൈഗാസ്, ഉഷ്ണമേഖലാ മഴക്കാടുകൾ എന്നിവയാണ് ഭൗമ ആവാസ വ്യവസ്ഥയുടെ ഉദാഹരണങ്ങൾ. മരുഭൂമികൾ, പുൽമേടുകൾ, മിതശീതോഷ്ണ ഇലപൊഴിയും വനങ്ങൾ എന്നിവയും ഭൗമ പരിസ്ഥിതി വ്യവസ്ഥകളാണ്. അടുത്തത് ആവാസ വ്യവസ്ഥയുടെ ഘടന എന്താണ്? ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയിലെ പോഷകങ്ങളുടെ അളവും വിതരണവും ഉൾപ്പെടെയുള്ള പരിസ്ഥിതിയുടെ ജീവജാലകങ്ങളും ഭൗതിക സവിശേഷതകളും ആവാസ വ്യവസ്ഥയുടെ ഘടനയിൽ ഉൾപ്പെടുന്നു. ആ പ്രദേശത്തെ കാലാവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങളും അവ നൽകുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥ ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥ ജലജീവി ആവാസ വ്യവസ്ഥയാണ്. ഇത് ശുദ്ധജലവും സമുദ്ര ആവാസ വ്യവസ്ഥയും ഉൾക്കൊള്ളുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ 70% ഇത് ഉൾക്കൊള്ളുന്നു. ഒരു ആവാസ വ്യവസ്ഥയുടെ പ്രധാന പ്രവർത്തനം എന്താണ്? പരിസ്ഥിതി വ്യവസ്ഥയുടെ പ്രവർത്തന യൂണിറ്റാണ് ആവാസ വ്യവസ്ഥ. അബയോട്ടിക് ഘടകങ്ങൾ ഓർഗാനിക് ഘടകങ്ങളുടെ സമന്വയത്തിനുള്ള മാട്രിക്സ് നൽകുന്നു. ഈ പ്രക്രിയയിൽ ഊർജ കൈമാറ്റം ഉൾപ്പെടുന്നു. എന്താണ് ഒരു നല്ല ആവാസ വ്യവസ്ഥ ഉണ്ടാക്കുന്നത്? ഒരു നല്ല ആവാസ വ്യവസ്ഥയിൽ തദ്ദേശീയ സസ്യങ്ങളും ജന്തുജാലങ്ങളും പരസ്പരം ഇടപഴകുകയും പരിസ്ഥിതിയുമായി ഇടപഴകുകയും ചെയ്യുന്നു. ആരോഗ്യകരമായ ഒരു ആവാസ വ്യവസ്ഥയ്ക്ക് ഊർജ സ്രോതസ്സും ചത്ത സസ്യങ്ങളെയും മൃഗങ്ങളെയും നശിപ്പിക്കുന്ന ആവശ്യ പോഷകങ്ങളും മണ്ണിലേക്ക് തിരികെ നൽകുന്ന ഡീകമ്പോസറുകളും ഉണ്ട്. ഒരു ആവാസ വ്യവസ്ഥയിലെ ജീവനില്ലാത്ത വസ്തുക്കളെയെല്ലാം ഉൾക്കൊള്ളുന്നത് എന്താണ്? ഒരു ആവാസ വ്യവസ്ഥയിലെ ജീവനില്ലാത്ത വസ്തുക്കളിൽ വായു, കാറ്റ്, വെള്ളം, പാറകൾ, മണ്ണ്, താപനില, സൂര്യപ്രകാശം എന്നിവ ഉൾപ്പെടുന്നു. ഒരു ആവാസ വ്യവസ്ഥയുടെ അബയോട്ടിക് ഘടകങ്ങൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. സമുദ്രങ്ങളെ ഏറ്റവും കുറഞ്ഞ ഉൽപാദനക്ഷമതയുള്ളതാക്കുന്നത് എന്താണ്? ആഴം കൂടുന്നതിനനുസരിച്ച് സൂര്യപ്രകാശത്തിൻ്റെ അഭാവമാണ് ഇതിന് കാരണം. സമുദ്രത്തിൽ നൈട്രജൻ ഇല്ല. ഇത് സസ്യങ്ങൾക്ക് പോഷകത്തിൻ്റെ പ്രധാന ഉറവിടമാണ്. സമുദ്രങ്ങൾ നൽകുന്ന ഉയർന്ന ലവണാംശം എല്ലാ സസ്യങ്ങൾക്കും അനുകൂലമായ അവസ്ഥയായി വർത്തിക്കുന്നില്ല. അതിലും പ്രധാനമായി മണ്ണിൻ്റെ അഭാവമാണ് ചെടികൾ നിലനിൽക്കാത്തതിൻ്റെ കാരണം. ഒരു ആവാസ വ്യവസ്ഥയിലെ വിവിധ തലങ്ങളിലുള്ള ഊർജപ്രവാഹം ഏകദിശയിലുള്ളതും ചാക്രികമല്ലാത്തതും എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കുക. ഊർജപ്രവാഹം ഒരു വഴിയും ചാക്രികമല്ലാത്തതുമാണ്. ഒന്നിൽ നിന്ന് അടുത്ത ട്രോപ്പിക് ലെവലിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഊർജം ഓരോ ലെവലിലും കുറയുന്നു. വിപരീത ദിശയിൽ ഒഴുകാൻ ഇതിന് കഴിയുകയില്ല. ഓക്സിജൻ പാർലർ എന്നറിയപ്പെടുന്ന ആവാസ വ്യവസ്ഥ ഏത്? കാവുകൾ.
കുളം ഒരു ആവാസ വ്യവസ്ഥ എന്ന വിഷയം നിങ്ങളുടെ പാഠഭാഗവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? വയലും വനവും എന്ന 4ാം ക്ലാസ്സിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കണ്ടൽ കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം എന്നത് ആരുടെ കൃതിയാണ്? കല്യാൺ പൊക്കുടൻ. ആവാസ വ്യവസ്ഥ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാര്? ആർതർ വെല്ലസ്ലി. ആവാസ വ്യവസ്ഥയിലെ ഘടകങ്ങൾ ഏതെല്ലാം? അജീവീയ ഘടകങ്ങളും ജീവീയ ഘടകങ്ങളും. ജീവീയ ഘടകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് മീന്, തവള, നീർക്കോലി, ഞണ്ട്, സസ്യങ്ങൾ, സൂക്ഷ്മജീവികൾ തുടങ്ങിയവ. അജീവീയ ഘടകങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് മണ്ണ്, ചളി, കല്ല്, ഊഷ്മാവ് തുടങ്ങിയവ ഇതിന് ഉദാഹരണങ്ങളാണ്. ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ എന്തെല്ലാം? പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ അലക്ഷ്യമായ വലിച്ചെറിയൽ, കീടനാശിനികളുടെ അമിതമായ ഉപയോഗം, വയൽ നികത്തൽ, മണ്ണിടിക്കൽ തുടങ്ങിയവയാണ്. ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? മരം നട്ടുപിടിപ്പിക്കുക, ജലസംഭരണികൾ നിർമ്മിക്കുക, കൃത്യമായ മാലിന്യ സംസ്കരണം, ജൈവവളം ഉപയോഗിക്കുക.